PLI 229 ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ലൈബ്രറി ഓട്ടോമേഷൻ. നമ്മളത് പല പാർട്സ് ആയിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് ആണ് ഇന്നിപ്പോൾ ഉള്ളത്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഇത്രയും ഏരിയാസ് ആണ് കവർ ചെയ്യാനുള്ളത്. ഇൻട്രൊഡക്ഷൻ, എവല്യൂഷൻ, ഓട്ടോമേറ്റഡ് ലൈബ്രറി സിസ്റ്റം എന്താണ്, അവയിലുള്ള സ്റ്റാൻഡേർഡ്സും സോഫ്റ്റ്വെയർസും ഏതൊക്കെയാണ്, ഗ്ലോബൽ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഡെവലപ്മെന്റ് ഓഫ് RFP, ട്രെൻഡ്സ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഓട്ടോമേറ്റഡ് ലൈബ്രറി സിസ്റ്റം. ഇത്ര ഏരിയാസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ഇൻട്രൊഡക്ഷനിലോട്ട് പോകാൻ നേരം നമ്മൾ ആദ്യം തന്നെ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മാനുവൽ ട്രഡീഷണൽ ലൈബ്രറി മെക്കാനിസത്തിൽ എങ്ങനെയായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്? ഫിസിക്കൽ റെക്കോർഡ്സ്, ലെഡ്ജർ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പം അതുകൊണ്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ? അത് കുറച്ച് ഓപ്പറേഷൻസ് എല്ലാം സ്ലോ ആക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും. പിന്നെന്താ, ഒരു എന്താ പറയുക, സ്റ്റാഫ് അല്ലെങ്കിൽ ലേബേഴ്സിന്റെ ആക്ടിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ പറയുന്ന കോസ്റ്റ് കുറച്ചിട്ടും ലേബേഴ്സിനെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും സ്റ്റാഫിനെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഓട്ടോമേഷൻ. അപ്പം ഓട്ടോമേഷന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന എയിംസ് എന്തൊക്കെയാണ്? എഫിഷ്യൻസി കൂട്ടുക, യൂസർ സെന്റേഡ് ആക്ടിവിറ്റീസ് ആക്കുക എന്നിവയാണ് ഇതിന്റെ പ്രൈമറി എയിംസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇനി നോക്കാം. ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആരംഭം എന്ന് പറയാൻ നേരം 1970-കളിലാണ്. 1970-കളിലാണ് നമ്മുടെ ലൈബ്രറീസിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് ഏത് ഏരിയയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഹൗസ് കീപ്പിംഗ് ഏരിയസിലായിരുന്നു. അതായത് ഈ ഹൗസ് കീപ്പിംഗ് ഏരിയസ് ആയ സർക്കുലേഷൻ, കാറ്റലോഗിങ് ഇങ്ങനെയുള്ള ഏരിയാസിൽ നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നതോടെ ഓവറോൾ എഫിഷ്യൻസി കൂടി. അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ IT-യുടെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ ഒക്കെ ഈ പറയുന്ന ഓട്ടോമേഷനെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇനി ഒരു ലൈബ്രറി ഓട്ടോമേഷന് 3 അപ്രോച്ചസ് നമുക്ക് കണക്കാക്കാം. 3 അപ്രോച്ചസിലൂടെ നമുക്കൊരു ലൈബ്രറി ഓട്ടോമേറ്റ് ചെയ്യാം. ഏതൊക്കെയാ? പെസീമിയൽ അപ്രോച്ച്, പ്ലാൻഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ഈ പെസീമിയൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു ടാസ്ക് മാത്രം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. ഓട്ടോമേറ്റിക് വൺ ടാസ്ക് അറ്റ് എ ടൈം. ഉദാഹരണത്തിന് നമ്മളുടെ ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള ഏരിയാസ് ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, ഒരൊറ്റ ഏരിയ മാത്രം. ഇനി രണ്ടാമത്തെ പ്ലാൻഡ് ഇൻസ്റ്റലേഷനിൽ എന്തുവാ? ഡിഫറെന്റ് മോഡ്യൂൾസിലേക്ക് ഇംപ്ലിമെന്റിങ് ഡിഫറെന്റ് മോഡ്യൂൾസ് ഓഫ് എ സിസ്റ്റം ഓവർ എ ടൈം. എന്ന് വെച്ചാൽ ഒരു ടൈം സ്പാനിൽ, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യുവാണ്. അത് എല്ലാ ഏരിയാസും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുവാണ്. അത് എല്ലാ മോഡ്യൂൾസും നമ്മൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുവാണ്. ഇനി ഫുള്ളി ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ എന്തുവാ? കംപ്ലീറ്റ് ഡിപ്ലോയ്മെന്റ് ആണ്. കംപ്ലീറ്റ് ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉപയോഗിച്ച് ലൈബ്രറിയിലുള്ള എല്ലാ ഫംഗ്ഷൻസിനെ മാനേജ് ചെയ്യുക. ഫുള്ളി ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇന്റഗ്രേറ്റഡ്, എല്ലാത്തിനെയും കവർ ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു കോർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓട്ടോമാറ്റിക് ലൈബ്രറി. അതായത് വേറൊന്നുമല്ല, ഇന്റഗ്രേറ്റഡ് ലൈബ്രറിയിൽ നമ്മൾ ഒരു എന്താ പറയുക, ഫങ്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ലൈബ്രറിയുടെ ഫങ്ഷൻസ്, പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന ഫങ്ഷൻസ് എല്ലാ ലൈബ്രറീസിലും, ട്രഡീഷണൽ ലൈബ്രറിയിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഓട്ടോമേറ്റഡ് ലൈബ്രറിയിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ടതാണ് ഇവയൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാമല്ലോ, ലൈബ്രറിയിൽ ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നമുക്കറിയാമല്ലോ, അക്വിസിഷൻ, കാറ്റലോഗിങ്, മെമ്പർ മാനേജ്മെന്റ്, സർക്കുലേഷൻ, സീരിയൽ കൺട്രോൾ, ഇന്റർ ലൈബ്രറി ലോൺ, ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ്. അപ്പൊ ഈ നമുക്കറിയാം അക്വിസിഷനിൽ എന്താ നടക്കുന്നത്? ഓർഡറിങ് ആൻഡ് റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്. അത് നമ്മൾ മെറ്റീരിയൽസിന്റെ ഓർഡറിങ്, പർച്ചേസ്, റിസീവിങ്, ടെൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താ പറയുക, അക്വിസിഷൻ. കാറ്റലോഗിൽ എന്താ? നമ്മുടെ കയ്യിലുള്ള ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ സ്റ്റോർ ചെയ്യുക, അതിനെ എന്താ പറയുന്ന ഓർഗനൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിനാ കാറ്റലോഗിൽ നടക്കുന്നത്. മെമ്പർഷിപ്പ് മാനേജ്മെന്റിൽ നമ്മുടെ കയ്യിലുള്ള യൂസേഴ്സിന്റെ ഡാറ്റ നമ്മൾ നോക്കുക, നമ്മൾ എന്താ കളക്ട് ചെയ്യുക, പിന്നെ അതിന്റെ ഹാൻഡിലിങ്, യൂസർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ വക കാര്യങ്ങൾ. എത്ര യൂസേഴ്സ് ഉണ്ട്, അവർ ഏതൊക്കെ പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്, ഫൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഈ മെമ്പർഷിപ്പ് മാനേജ്മെന്റിൽ നമുക്ക് വരും. സർക്കുലേഷനിൽ ബുക്കിന്റെ ഇഷ്യൂ റിട്ടേൺ, എത്ര ബുക്ക് ഇഷ്യൂ ആയി, എത്ര ബുക്ക് റിട്ടേൺ ആയി, ഈ വകയെല്ലാം കാര്യങ്ങൾ. സീരിയൽ കൺട്രോളിൽ എന്താ? മാനേജിങ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് ജേർണൽസ് ആൻഡ് മാഗസീൻസ്. ഇന്റർ ലൈബ്രറി ലോൺ എന്ന് പറഞ്ഞാൽ എന്തുവാ?
ബോറോയിങ് ഫ്രം അതർ ലൈബ്രറീസ്. നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലോ ഒരു ബുക്കോ ഒരു ലിറ്ററേച്ചറോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നമ്മളുമായിട്ട് കോഓപ്പറേഷനിലുള്ള മറ്റൊരു ലൈബ്രറിയിൽ നിന്ന് ഇന്റർ ലൈബ്രറി ലോൺ വഴി ആ മെറ്റീരിയൽ വാങ്ങാം. അതാണ് ഇന്റർ ലൈബ്രറി പബ്ലിക് ആക്സസ് കാറ്റലോഗ്. അതായത് അതൊരു ടൂളാണ്. എന്തിനു വേണ്ടിയുള്ള ടൂളാണ്? നമ്മളുടെ കയ്യിലുള്ള കളക്ഷൻസിനെ നമ്മള് കളക്ഷൻസിനെ അനലൈസ് മീൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? അത് നമുക്ക് ഒരു സീംലെസ് ആയിട്ടുള്ള ഒരു ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ സെർച്ച് ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഈ പറഞ്ഞ ഓൺലൈൻ പബ്ലിക് ആക്സസ് കാറ്റലോഗ് കൊണ്ട് നടക്കും. ഇനി നമ്മളെ മോഡേൺ നമ്മൾ നിലവിലുള്ള ഇപ്പോൾ ഉള്ള ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം എങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്? റിലേഷൻ ഡാറ്റാബേസ് ആണ്. ഈ റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ, അതായത് ഈ ഡാറ്റാബേസിൽ നിന്ന് നടക്കുന്ന വെച്ചാൽ ഉള്ള ഡാറ്റ എല്ലാം ഒരു ഡാറ്റ സെറ്റ്സ് ആക്കി അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടായിരിക്കും ഈ പറയണ മോഡ്യൂൾ എല്ലാം റൺ ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഓവറോൾ ഡാറ്റ ഈ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും സെക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സെക്ഷനിലുള്ള എല്ലാ ഡാറ്റയും ഈ സെക്ഷനിലെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ഡാറ്റയുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ മെക്കാനിസം റൺ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റിമോട്ട് ആക്സസ് ആണ്. നിലവിൽ മോഡേൺ ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റത്തിൽ റിമോട്ട് ആക്സസ് ഉണ്ട്. റിമോട്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫിസിക്കലി നമ്മളോട് ചെല്ലാതെ നമുക്ക് ഏത് പോയിന്റോ ഏത് സ്ഥലത്തോ ഏത് ഏരിയയിലോ പോയിരുന്നിട്ട് ഇന്റർനെറ്റിന്റെയോ നെറ്റ്വർക്കിന്റെയോ സഹായത്തോടുകൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് റിമോട്ട് ആക്സസ് ചെയ്യുന്നത്. റിമോട്ട് ആക്സസിന് നമുക്ക് എന്ത് വേണം? ലോക്കൽ ഏരിയ നെറ്റ്വർക്കോ ഇന്റർനെറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നെറ്റ്വർക്കിംഗ് ഒരു നെറ്റ്വർക്ക് വേണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സർവീസിന്റെ ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കുറച്ച് ഏരിയാസിന്റെ കാര്യം പറഞ്ഞല്ലോ, അക്വിസിഷൻ, സർക്കുലേഷൻ, മെമ്പർഷിപ്പ്, കാറ്റലോഗ്, ഇന്റർ ലൈബ്രറി ലോൺ, ഒപ്പാക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഈ പറയുന്ന എല്ലാ സെക്ഷൻസും ഒരു സെൻട്രൽ ഫയൽ സെർവർ ആൻഡ് ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അവയുമായിട്ട് ഒരു 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 കണക്ഷൻ ഉണ്ടാക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? നമ്മുടെ യൂസേഴ്സിനാണെന്നുണ്ടെങ്കിലും ലൈബ്രറി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനാണെന്നുണ്ടെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാനും ഡാറ്റയുമായിട്ട് ഡാറ്റ അനാലിസിസ് നടത്താനും ഒക്കെ ഈസി ആയിട്ട് നടക്കും. അപ്പൊ നിങ്ങൾ ഒരു ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ചിന്തിക്കേണ്ടത്? ഒരു സെൻട്രൽ ഫയൽ സെർവർ ആൻഡ് ഡാറ്റാബേസുമായിട്ട് നമ്മുടെ ലൈബ്രറിയിലുള്ള സെക്ഷൻസ് എല്ലാം ഇന്റർ കണക്ട് ചെയ്തിരിക്കുക. എന്ത് വെച്ചിട്ട്? ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട്, ഒരു ഇൻട്രാനെറ്റോ അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് അത് ഈ മോഡ്യൂൾസ് എല്ലാം കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനും യൂസേഴ്സിനും കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സീംലെസ് ആയിട്ട് ഈ പറയുന്ന സെക്ഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ പറയാൻ. ഇനി നമുക്ക് എവല്യൂഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേയും ഒരു ഓട്ടോമേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവുമല്ലോ. കമ്പ്യൂട്ടർ തന്നെ വേണമെന്നില്ലല്ലോ, നമുക്ക് മറ്റു പല മെഷീൻസോ മറ്റു പല ടൂൾസ് വെച്ചിട്ടും ഓട്ടോമേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന വർക്കിനെ കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കാൻ നേരത്താണ് 1890 ഡോക്ടർ ജോൺ ഷോ ബില്ലിംഗ്, ഒരു മെഡിക്കൽ ലൈബ്രറിയൻ ആണ്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഹെർമൻ ഹോലിത്ത് എന്ന് പറയുന്ന ആള് ഒരു പഞ്ച് കാർഡ് മെക്കാനിസം കൊണ്ടുവരും. പഞ്ച്ഡ് കാർഡ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഒരു മെഷീൻ, ഒരു അത്യാവശ്യം വലിയൊരു ബോക്സ്, അതിൽ നമുക്കൊരു കാർഡ് ഉണ്ടാവും. ആ കാർഡ് നമ്മൾ ക്ലിക്ക് വെച്ച് പഞ്ചിനും പഞ്ച് ഔട്ടും ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയാണ് ഫസ്റ്റ് നമുക്കൊരു ലൈബ്രറി ഓട്ടോമേഷൻ പ്രോസസ്സ് ആദ്യമായിട്ടുണ്ടായത്. ഇനി നമുക്ക് ചിന്തിക്കാനാണെന്നുള്ള അതിനുശേഷം 1950s ആൻഡ് 1960s ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായി. ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയി. അങ്ങനെ വരാൻ നേരം എന്ത് പറ്റും? ഫിസിക്കലി അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് ബിബ്ലിയോഗ്രാഫിക് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസ് അത് നമുക്ക് അത്യാവശ്യമായിട്ട് വന്നു. അപ്പൊ നമുക്ക് ഇതൊരു ചേഞ്ചിന്, അതായത് ഫിസിക്കലിൽ നിന്ന് ഒരു ഓട്ടോമേറ്റഡ് സെക്ഷനിലോട്ട് മാറ്റാനുള്ള ചേഞ്ചിന് കാരണമായി. അപ്പൊ ഇനി നമുക്ക് ഡെക്കേഡ് വൈസ് ഡെവലപ്മെന്റ് നോക്കാം. അപ്പൊ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പ്രീ കമ്പ്യൂട്ടറിന് മുന്നേ ഉള്ള ഒരു പ്രീ ഇറ 1950s. അവിടെ എന്തുവാ?
ഇപ്പൊ നേരത്തെ പറഞ്ഞ പഞ്ച് കാർഡ് മെക്കാനിസം എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആയിരുന്നു ലൈബ്രറി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാൻഡ് അലോൺ എറയിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ, കമ്പ്യൂട്ടറൈസേഷൻ വന്നു, എന്നാൽ എന്താ വളരെ കുറച്ച് ചെറിയ രീതിയിൽ ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രം ഓഫ്ലൈൻ ആണ്. അപ്പം നെറ്റ് ഒന്നും വന്നിട്ടില്ല, ഇന്റർനെറ്റ് ഒന്നും വന്നിട്ടില്ല, ഇതിന്റെ സഹായത്തോടെ നമ്മൾ വരുവാണ്. ഇനി 1970s എന്തുവാ, ഓൺലൈൻ സിസ്റ്റത്തിലോട്ട് മൂവ് ആയി. അതാണ് നമ്മൾ 1970s ഓൺലൈൻ എറ. ഇനി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് 1980s എന്ത് വന്നു, PC വന്നു, പേഴ്സണൽ കമ്പ്യൂട്ടർ വന്നു, CD-ROM ബേസ്ഡ് ഡാറ്റ സ്റ്റോറേജ് മെക്കാനിസം വന്നു, പിന്നെ ഇന്റർനെറ്റ് വന്നു, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വന്നു. പിന്നെ 1990s വെബ് വന്നു, വെബ് ബേസ്ഡ് ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം വന്നു. ഈ വെബ് വന്നപ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താ, ഓപ്പൺ ആക്സസ്, റിമോട്ട് ആക്സസ്, ഇന്റർനെറ്റിന്റെ സഹായത്തോടെ റിമോട്ട് ആക്സസ് വന്നു. ഈ 2000 വന്നപ്പോ എന്തുവാ, വെബ് 2.0യുടെ ഇന്റഗ്രേഷൻ വന്നു, ഓപ്പൺ ഡാറ്റ വന്നു, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറി ഓട്ടോമേഷൻ 1936 ആരംഭിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ 1980s ഈ പറയുന്ന പഞ്ച് കാർഡ് സിസ്റ്റം കൊണ്ടുവന്നു പറഞ്ഞെങ്കിലും 1936 ഇതൊരു ലൈബ്രറി ഓട്ടോമേഷൻ പഞ്ച് കാർഡ് മെക്കാനിസം വെച്ച് വന്നു എന്ന് പറയപ്പെടുന്നു. ഇനി 1970s നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാ, മോഡേൺ എറ, കമ്പ്യൂട്ടേഴ്സ് എല്ലാം വന്നു. 1970s കമ്പ്യൂട്ടേഴ്സ് വന്നു. അപ്പൊ ഈ പറയുന്ന 1970s ശേഷമുള്ള കാലഘട്ടത്തിന് 5 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തുവാ, ഡെവലപ്മെന്റിന്റെ ബേസിസിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഓട്ടോമേഷൻ ഏജ്. ഈ ഓട്ടോമേഷൻ ഏജിൽ എന്തുവാ വന്നേക്കുന്നത്, ഇനിഷ്യേഷൻ ഓഫ് ഒരു കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറൈസേഷൻ, ആ ഒരു പ്രോസസ് ആണ് ഈ ഫസ്റ്റ് ഓട്ടോമേഷൻ ഏജിൽ വന്നേക്കുന്നത്, കമ്പ്യൂട്ടറൈസേഷൻ. ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രൈമറി കീ അച്ചീവ്മെന്റ് എന്തുവാ വന്നേക്കുന്നത്, ക്രിയേഷൻ ഓഫ് ഷെയർഡ് കോപ്പി കാറ്റലോഗ് സിസ്റ്റം. അതായത് ലൈബ്രറീസ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ ആണ് ഇവിടെ പ്രൈമറിലി വരുന്നത്. നമുക്ക് എന്താ പറ്റുന്നത്, നമ്മുടെ കയ്യിലുള്ള ബിബ്ലിയോഗ്രാഫിക് ഡാറ്റ ഷെയർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈബ്രറി തമ്മിലൊരു നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ സെക്കൻഡ് ഫേസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ സെക്കൻഡ് ഫേസിൽ ഒന്ന് ഒപ്പാക്കും വന്നു, പിന്നെ ഓൺലൈൻ ഡാറ്റാബേസും വന്നു. ഈ ഒപ്പാക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താന്ന് പറഞ്ഞായിരുന്നല്ലോ, ഫിസിക്കൽ കാർഡ് കാറ്റലോഗ് നമ്മളൊരു ഓൺലൈൻ എന്താ പറയണ ഡാറ്റാബേസിലേക്ക് നമ്മളുടെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളെയും ഫിസിക്കൽ കാർഡുകൾ എല്ലാവരെയും മാറ്റി സ്റ്റോർ ചെയ്ത് അതുവഴി ആക്സസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓപ്പൺ ആക്സസ് കാറ്റലോഗ് എന്ന് പറയുന്നത്. ആ ഓപ്പൺ ആക്സസ് കാറ്റലോഗിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നു. പിന്നെ രണ്ടാമത് എന്തുവാ, ഓൺലൈൻ ഡാറ്റാബേസസ്, അതിൽ റിസോഴ്സ് ഷെയറിങ് വന്നു. അതായത് ലൈബ്രറീസ് എല്ലാം പല പല കൺസോർഷ്യസ് ക്രിയേറ്റ് ആയി, അതുവഴി നെറ്റ്വർക്കിംഗ് വന്നു. ആ നെറ്റ്വർക്കിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റി, റിസോഴ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റി. ഇനി തേർഡ് എറയിൽ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് വന്നു. ഇന്റർനെറ്റ് വന്നു പറഞ്ഞാൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് വന്നു. ഹൈസ്പീഡ് ഇന്റർനെറ്റ് വന്നുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ, ഫുൾ ടെക്സ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റി. ഫുൾ ടെക്സ്റ്റ് ആക്സസ് എങ്ങനെ, ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഫുൾ ടെക്സ്റ്റ് ആക്സസിബിൾ ആയി ഈ തേർഡ് ഓട്ടോമേഷൻ ഏജിൽ. അപ്പൊ വെബ് സെന്റേർഡ് ലൈബ്രറി ആക്ടിവിറ്റീസ് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഫോർത്ത് ഇറയിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് റെവല്യൂഷൻ ആണ് അവിടെ വന്നത്. അപ്പം എനി ടൈം എനിവെയർ ആക്സസ് ചെയ്യാൻ പറ്റി. നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു റിമോട്ട് ആക്സസിബിലിറ്റി വന്നു. അതാണ് ഈ ഫോർത്ത് ഏജിൽ പറയുന്നത്. ഇതിന്റെ മേജർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ഡിജിറ്റൽ ലൈബ്രറീസ്, വിർച്വൽ ലൈബ്രറീസും ഉണ്ട്. ഇപ്പൊ റിമോട്ട് ആക്സസ് ചെയ്യാൻ നേരം മെറ്റീരിയൽസ് ഒക്കെ എല്ലാം ഡിജിറ്റൽ ലൈബ്രറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 24/7 എപ്പോഴാണെങ്കിലും ആക്സസിബിൾ ആകാമല്ലോ. അതാണ് അവിടെ വരുന്നത്. ഇനി ഫിഫ്ത്ത് ഏജിലാണ് എങ്ങനെ വരുന്നത്, വെബ് 2.0യുടെ ഇന്റഗ്രേഷൻ വരുന്നത്. ഈ വെബ് 2.0യുടെ ഇന്റഗ്രേഷൻ വന്നതോടുകൂടി ലൈബ്രറിയിൽ കൊളാബറേറ്റീവ് അപ്രോച്ചസ് വന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ, ലൈബ്രറിയിലെ ആക്ടിവിറ്റീസ് മറ്റുള്ളവരിലേക്ക് യൂസേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റി. യൂസർ എൻഗേജിങ് ആക്കാൻ വേണ്ടി പറ്റി. പിന്നെ ലിങ്ക്ഡ് ഓപ്പൺ ഡാറ്റ പ്രോസസ്സ് നമുക്ക് വന്നു. അത് വേറൊന്നുമല്ല, ഇത് ലോക്കൽ റിസോഴ്സസ് നമുക്ക് ഓപ്പൺലി ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റി. അതാണ് അവിടുത്തെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് ആൻഡ് വെബ് സ്കെയിൽ മാനേജ്മെന്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, വെബ് വെച്ചിട്ടുള്ള ലൈബ്രറി മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും വന്നു.
ഇനി മൈൽ സ്റ്റോൺസ് പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പഞ്ച് കാർഡ് മെക്കാനിസം വന്നു 1936 ടു 1959 അത് കൂടുതലായിട്ടും ഫോളോ ചെയ്തിരുന്നത്. 1960 to 69 നമുക്ക് എന്ത് ചെയ്തു, മാർക്ക് മെഷീൻ റീഡബിൾ കാറ്റലോഗ് വന്നു. അത് ആരെ കൊണ്ടുവന്നത്? ലൈബ്രറി ഓഫ് കോൺഗ്രസ് കൊണ്ടുവന്നത് എക്സാക്ട്ലി 1965. അത് ഒരു സ്റ്റാൻഡേർഡ് ആണ്, ബിബ്ലിയോഗ്രാഫിക് സ്റ്റാൻഡേർഡ് ഫോർ കാറ്റലോഗിങ്. ഇനി പിന്നെന്താ പറ്റിയ മേജർ ആയിട്ടുള്ള പ്രൊജക്ട്സ് വന്നു. ബാലോട്ട്സ് വന്നു, MAC വന്നു, MITയുടെ ആണ്, സ്റ്റാൻഫോർഡിനാണ് ബാലോട്ട്സ്. ഇങ്ങനെയുള്ള പല പുതിയ പ്രോജക്ട്സുകളെല്ലാം വന്നു. ഇനി 1970 to 79 മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വന്നത്. അതായത് PC ഒക്കെ വന്നു, പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. 1971 OCLC, ഒഹായോ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ OCLC ക്രിയേറ്റ് ചെയ്തു. അത് കാറ്റലോഗ്, ഷെയർഡ് കാറ്റലോഗിന് വേണ്ടി അത് യൂസ് ചെയ്തു. പിന്നെ ISO 2709 ഡാറ്റ എക്സ്ചേഞ്ചിങ് സ്റ്റാൻഡേർഡ് ആണ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വന്നു. പിന്നെ വേൾഡ് ക്യാറ്റ് OCLC ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയണ ഒരു പർട്ടിക്കുലർ ടൂളാണ്. ആ ടൂളിലൂടെ നമുക്ക് ബിബ്ലിയോഗ്രാഫിക് ഡാറ്റയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ലൈബ്രറി നെറ്റ്വർക്ക്സ് കുറച്ചും കൂടെ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു, ഗ്ലോബലി അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ആ ലൈബ്രറി നെറ്റ്വർക്ക്സ് ഒക്കെ കുറച്ചും കൂടെ ഗ്ലോബൽ ആവാൻ തുടങ്ങി. പിന്നെ 1980s to 89 ഒപ്പാക്സ് കാർഡ് കാറ്റലോഗിനെ അത്യാവശ്യം കാര്യമായിട്ട് എന്താ പറയുക റീപ്ലേസ് ചെയ്ത് തുടങ്ങി. റിമോട്ട് ആക്സസ് വന്നു, CD-ROM ബേസ്ഡ് ഡാറ്റാബേസ് വന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ കാലക്രമേണയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാർകോഡ് സർക്കുലേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ളവ വന്നു. 1990s to 1999 ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ വന്നു. ഈ ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ എന്താ പറയുന്നത് ഒരു സെർവർ ഉണ്ടാവും. ആ സെർവറിൽ നിന്ന് ക്ലയന്റ് PCs അല്ലെങ്കിൽ ക്ലയന്റ് മോഡ്യൂൾസ് ഡാറ്റ കളക്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഒരു മെയിൻ ഹബിൽ നിന്ന് ബാക്കി താഴെയുള്ള ആൾക്കാർ ഡാറ്റ കളക്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ വലിയ കാര്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും വിചാരിക്കേണ്ട. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ വന്നു, അതൊരു വെബ് ബേസ്ഡ് ആർക്കിടെക്ചറാണ്. പിന്നെ റിസോഴ്സ് ഷെയറിംഗ് വന്നു. 1995 Z39.50 അത് എന്തിനു വേണ്ടിയുള്ള ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ ആണ്, അത് വന്നു. പിന്നെ വെബ് സർവീസസ്, വെബ് ബേസ്ഡ് ലൈബ്രറി സർവീസസിന്റെ ഇംപ്ലിമെന്റേഷൻ ആക്ടിവിറ്റീസ്. പിന്നെ നമ്മൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റലൈസേഷൻ, ലൈബ്രറീസിൽ മെറ്റീരിയൽസ് ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങി. ഇന്റർനെറ്റ് വന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ മെറ്റീരിയലിന്റെ ഡിജിറ്റലൈസേഷൻ തുടങ്ങി. പിന്നെ FRBR, ഫങ്ഷണൽ റിക്വയർമെന്റ് ഫോർ ബിബ്ലിയോഗ്രാഫിക് റെക്കോർഡ്, അതൊരു എന്താ പറയുക IFLA ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ആണ്, അത് വന്നു. RFID നമ്മളുടെ ബുക്ക് സർക്കുലേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു റേഡിയോ ഫ്രീക്വൻസി ബേസ്ഡ് ഒരു മെക്കാനിസം ആണ്. പിന്നെ മെറ്റാഡാറ്റ ഹാർവെസ്റ്റിംഗ്. ഇനി 2000 to 2014 എന്തിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്നത്? ഓപ്പൺ സോഴ്സ് ലൈബ്രറി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. അത് കോഹ പോലെയുള്ള സോഫ്റ്റ്വെയർസ് എമർജ് ചെയ്യപ്പെടുകയാണ്. 2010 നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റംസ്, നമ്മൾ 2000 നമ്മൾ പറഞ്ഞപ്പോ എന്തോ വെബ് 2.0 ഇന്റഗ്രേഷൻ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിന് 2010 കുറച്ചും കൂടെ ആക്റ്റീവായി, പല പുതിയ സ്റ്റാൻഡേർഡ്സ് വന്നു, മാർക്ക് XML വന്നു. പിന്നെന്താ, നമുക്ക് സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ വന്നു. പിന്നെ എൻഹാൻസ്ഡ് സെർച്ച്, ഇതിൽ ഫസി സെർച്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ കീവേഡ് സെർച്ച് ചെയ്യുവാണ്. ഇപ്പൊ സെർച്ച് ചെയ്യാൻ നേരം അതിന്റെ സ്പെല്ലിംഗ് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അപ്രോക്സിമേറ്റ് റിസൾട്ട് വരുവാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നേരം സ്പെല്ലിംഗ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഡാറ്റ കിട്ടുമല്ലോ, അതിനെ ഫസി സെർച്ച് എന്ന് ഉദ്ദേശിക്കും. ഇനി ഓട്ടോമേറ്റഡ് ലൈബ്രറി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ബേസിക്കലി ഒന്ന്, ഈ ഓട്ടോമേറ്റഡ് ലൈബ്രറി സിസ്റ്റത്തിലെ ബേസിക്കലി 3 കീ ഇമ്പാക്ട്സ് ഉണ്ട്: മെക്കനൈസേഷൻ, ഇന്നോവേഷൻ, ട്രാൻസ്ഫോർമേഷൻ. ഈ 3 ആക്ടിവിറ്റീസ് ഒന്ന് നോക്കണം. വേറൊന്നുമല്ല, മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാല് ഒരു ടാസ്ക് മോർ എഫീഷ്യന്റ് ആയിട്ട് കുറച്ചും കൂടെ കാര്യക്ഷമതയോടുകൂടി ഒരു ടാസ്ക് ചെയ്യുക. ഇന്നോവേഷൻ, പുതിയ ഐഡിയാസ് കൊണ്ടുവരിക. എന്തിന്? സർവീസസ് ഇംപ്രൂവ് ചെയ്യാൻ. ട്രാൻസ്ഫോർമേഷൻ, ഒരു കറന്റ്ലി ഉള്ള ഫണ്ടമെന്റൽ നേച്ചറിനെ കംപ്ലീറ്റ്ലി അങ്ങ് ചേഞ്ച് ചെയ്യുക. മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ, ഒരു പർട്ടിക്കുലർ ടാസ്കിനെ കുറച്ചും കൂടെ സീംലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി എഫീഷ്യന്റ് ആയിട്ട് ചെയ്യുക, അതാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഐഡിയാസ് ഫോർ ബെറ്റർ സർവീസസ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഇൻടു എ ന്യൂ വൺ, അതാണ്. ഇതിന്റെ പർപ്പസ് എന്താണ് ഇതിന്റെ പർപ്പസ്? ഈ ലൈബ്രറി ഓട്ടോമേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൗസ് കീപ്പിംഗ് ടാസ്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. യൂസർ സെന്റേഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്താ, പ്രൊമോട്ട്സ് ട്രാൻസ്ഫോർമേഷൻ, ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിസമിനേഷൻ.
നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യാനും ഡിസമിനേറ്റ് ചെയ്യാനും കുറച്ചും കൂടെ ഈസി ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഇതിന്റെ റാഷണൽ റീസൺ, എന്തിനു വേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്യണം, എന്താണ് ഇതിന്റെ റിസൾട്ട്, നമ്മൾ ഈ ഓട്ടോമേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നാണ് ഇനി പറയുന്നത്. നമുക്ക് ആദ്യം എന്തൊക്കെയാന്ന് നോക്കാം. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. നമ്മൾ ഓട്ടോമേഷൻ വന്നു കഴിയാൻ നേരം ടാസ്കുകളെല്ലാം കുറച്ചും കൂടെ ഈസി ആകും എന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് എന്ത് പറ്റും? സമയവും എഫേർട്ടും കുറയും. സമയവും എഫേർട്ടും കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ എഫിഷ്യൻസി കൂട്ടും. ബെറ്റർ യൂസ് ഓഫ് സ്റ്റാഫ്. ഇപ്പം നമ്മൾ ഒരു ഫിസിക്കൽ ലൈബ്രറിയിൽ ട്രഡീഷണൽ വർക്ക്സ് ആയിരിക്കും കൂടുതൽ നടന്നിട്ടുണ്ടാകും. ഈ ട്രഡീഷണൽ വർക്ക് നടക്കുന്ന ലൈബ്രറിയിൽ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ നേരം ആ ഒരു ക്ലറിക്കൽ വർക്ക്സ് എല്ലാം കുറയുമല്ലോ. അങ്ങനെ ക്ലറിക്കൽ വർക്ക്സ് കുറയാൻ നേരം യൂസേഴ്സിനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ ആർക്ക് പറ്റും? സ്റ്റാഫിന് പറ്റും. ഫാസ്റ്റർ ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസസ്. അപ്പം ഇതിന്റെ ഒരു എഫിഷ്യൻസി നമ്മൾ ആദ്യം പറഞ്ഞില്ല, അതിന്റെ ഒരു ബാക്കിയായിട്ട് വേണമെങ്കിൽ പറയാം. ഓട്ടോമേഷൻ വന്നു കഴിയാൻ നേരം ഈസി ആയിട്ടല്ലേ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു കാറ്റലോഗിൽ കയറി കാറ്റലോഗിൽ കയറി ബുക്ക് സെർച്ച് ചെയ്യുന്നതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഓപ്പൺ ആക്സസ് കാറ്റലോഗിൽ, വെബ് ബേസ്ഡ് കാറ്റലോഗിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. ഈസി അല്ലേ, സെക്കൻഡ്സിനുള്ളിൽ കിട്ടത്തില്ല. അതുപോലെ ഫാസ്റ്റർ ആൻഡ് ഹയർ ക്വാളിറ്റി സർവീസസ്. 24/7 ആക്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിമോട്ട് ആക്സസ് പറഞ്ഞു. റിമോട്ട് ആക്സസ് വരാൻ നേരമുള്ള അഡ്വാൻറ്റേജ് എന്താ? 24/7 നമുക്ക് യൂസേഴ്സിന് എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം വന്നു കഴിയാൻ നേരം നമ്മൾ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ. ഈ സോഫ്റ്റ്വെയർസിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ റിപ്പോർട്ട്സ് നമുക്ക് ഓരോ സെക്ഷനിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. മെമ്പർഷിപ്പിന്റെ ആണെങ്കിലും സർക്കുലേഷന്റെ ആണെങ്കിലും മറ്റെല്ലാ സെക്ഷനിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? നമുക്ക് ഈ ഡാറ്റ, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് മനസ്സിലാക്കി സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസിഷൻസ്, ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ റിസോഴ്സ് ഷെയറിങ്. നമുക്ക് മറ്റ് ലൈബ്രറിയുമായിട്ടോ മറ്റ് നെറ്റ്വർക്ക് കൺസോർഷ്യവുമായിട്ട് ഈസിലി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് റിസോഴ്സസ് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ചലഞ്ചസ് പറയാനാണെന്നുണ്ടെങ്കിൽ 2 മേജർ ചലഞ്ചസ് ആണ് വരുന്നത്. ഒന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, 2 ടെമ്പററി ഡിസ്റപ്ഷൻ ഓഫ് സർവീസസ്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാന്ന് പറയാൻ കാര്യം നമ്മളൊരു ട്രഡീഷണൽ ലൈബ്രറി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ നേരം സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, നെറ്റ്വർക്ക്, അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യണമല്ലേ. അത് വൺ ടൈം എന്താ പറയണ ചെലവാണ് ആദ്യത്തെ. അപ്പൊ അത് ബൾക്ക് ആയിരിക്കും, കുറച്ച് കൂടുതൽ വലിയ എമൗണ്ട് ആയിരിക്കും. അതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറ്റുന്നത്? അപ്പം അതൊരു എന്താ പറയുക ചലഞ്ച് ആയിട്ട് പറയാം. ബഡ്ജറ്റ് കണ്ടെത്താനുള്ളത്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഒരു ഇഷ്യൂ ആണ്. പിന്നെ ടെമ്പററി ഡിസ്റപ്ഷൻ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓട്ടോമേഷൻ വന്നു കഴിയാൻ നേരം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു പ്രോസസ് അല്ലോ. അത് ഒരു ടൈം പീരീഡ് വെച്ചിട്ടായിരിക്കും തീരുന്നത്. അപ്പൊ എന്ത് പറ്റും? കുറച്ച് നാളത്തേക്ക് ഒരു സർവീസസ് യൂസേഴ്സിനാണെങ്കിലും സ്റ്റാഫിനാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ടെമ്പററി ഡിസ്റപ്ഷൻ ഉണ്ടാവും. ഈ ഓട്ടോമേറ്റഡിലോട്ട് നമ്മൾ ട്രഡീഷണൽ നിന്ന് ഓട്ടോമേറ്റഡിലോട്ട് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ്, ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഒരു ടെമ്പററി ഡിസ്റപ്ഷൻ ഉണ്ടാവാം. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.